ആദരവായ ഹബീബായ നബിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? 1400 വർഷങ്ങൾക്ക് മുൻപ് വഫാത്തായിപ്പോൾ ഒരു ചരിത്ര പുരുഷനോടുള്ള അടങ്ങാത്ത സ്നേഹമോ? അതാണോ ശരിക്കും വേണ്ടത്? അതോ നമ്മുടെ ഉള്ളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഹബീബായ നബിയുണ്ടോ? വിശുദ്ധ ഖുർആനിൽ പോലും ഹബീബായ നബിയെ പരാമർശിച്ച റഊഫുൻ റഹീമും എന്ന പ്രയോഗങ്ങൾ അള്ളാഹുവിന് തന്നെ പ്രയോഗിച്ച പ്രയോഗങ്ങളാണ് ഹബീബായ നബിയെക്കുറിച്ച് അള്ളാഹു തന്നെ പ്രയോഗിച്ചത്. അപ്പോൾ എന്തുമാത്രം അള്ളാഹു കരുതലോടെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ മുത്തായ ഹബീബായ നബിയെ. അപ്പോൾ നമ്മൾ ആ ഹബീബായ നബിയെ എന്തുമാത്രമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? കേരളത്തിലെ പ്രമുഖ പണ്ഡിതൻ കക്കാട് മുഹമ്മദ് ഫൈസി ഇത് സംബന്ധമായി പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളായ അവിടുത്തെ അനുയായികളായ ഉമ്മത്ത് നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ വഴികാട്ടിയാണ് അവിടുന്ന്, നമ്മുടെ വസീലയാണ് അവിടുന്ന്, നമുക്ക് നായകപ്രഭുവാണ് തിരുനബി. തിരുനബിക്ക് പരിചയപ്പെടുത്താൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അള്ളാഹു നൽകിയിരിക്കുന്ന സ്തുതി നാമങ്ങൾ എന്താണ്? റഊഫുൻ റഹീം. ആർക്കും ഒരു സംശയവും വേണ്ട. എല്ലാ അർത്ഥത്തിലും സർവ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഒരു തർക്കവുമില്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പേരിട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അവിടുന്ന് റഊഫാണ്, അവിടുന്ന് റഹീമാണ് എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ രണ്ടെടുത്ത് അതേ രീതിയിൽ തിരുനബിക്ക് അല്ലാഹു തആല ബഹുമാനാദരത്തോടെ ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം ഖുർആനിലുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് പരമദയാലുവാണ്, പരമകാരുണികനാണ്. റഊഫുൻ റഹീം അത് അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയും അള്ളാഹു തെരഞ്ഞെടുത്ത് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളിലേക്ക് നിയോഗിതനായ ആ പ്രിയപ്പെട്ട റസൂലുണ്ടല്ലോ, അവിടുന്ന് ആരാണ്? ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ, പരമദയാലുവാണ്, കാരുണ്യം വല്ലാതെ ചൊരിഞ്ഞു തരുന്ന റഹീമാണ്. ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഗുണവിശേഷങ്ങൾ മറ്റാരെങ്കിലും പറ്റി പറയാൻ പറ്റുമോ എന്ന് നമ്മളല്ലല്ലോ ആശങ്കപ്പെടേണ്ടത്. ഖുർആനാണിത്. ഇതാ പറഞ്ഞത്. ആരോടോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ലഈഫാണോ എന്ന് ചോദിച്ചു. ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു തആലയാണ് തിരുനബിക്ക് ഈ വിശുദ്ധ നാമം ഗുണവിശേഷം ചാർത്തി കൊടുത്തത്. അത് ഫുൾ സ്റ്റോപ്പാണ്.